ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നതിനായി വിളിക്കുന്ന വ്യക്തി. ഹി ഹാസ് ഹാഡ് എൻ ഇല്ലസ്ട്രിയസ് ജേർണി. നമ്മുടെ CEO കുടുംബാംഗമാണ്. കുന്നംകുളത്ത് നിന്നും ചെന്നൈയിലേക്ക് ചേക്കേറി അവിടെ താമസമാക്കിയ മലയാളി. 1987 കേബിൾ TV ഓപ്പറേറ്ററായി പ്രവർത്തനം ആരംഭിക്കുന്നത്. 2001 തമിഴക കേബിൾ TV ഓപ്പറേറ്റേഴ്സ് വെൽഫെയർ ആരംഭിക്കുന്നു. തുടർന്ന് 2012 പാത്ത് ബ്രേക്കിംഗ് എന്ന് വിശേഷിപ്പിക്കാവുന്ന TCCL സ്ഥാപിക്കുകയാണ്. TCCL എന്നത് നമുക്കറിയാം, തമിഴക കേബിൾ TV കമ്മ്യൂണിക്കേഷൻസ് ലിമിറ്റഡ്. ഇന്ന് TCCLയുടെ കീഴിൽ 10,000-ഓളം കേബിൾ TV ഓപ്പറേറ്റേഴ്സും 35 lakhs-ഓളം സബ്സ്ക്രൈബേഴ്സുമുണ്ട്. ദാറ്റ് ഈസ് എ ജേർണി ഓഫ് റിമാർക്കബിൾ സക്സസ്. അതുമാത്രമല്ല, അത് കഴിഞ്ഞ് ഈ മേഖലയിൽ നിന്നും 2022 ബ്രോഡ്കാസ്റ്റ് രംഗത്തേക്കും പ്രവേശിക്കുന്നു. ന്യൂസ് തമിഴ് 24/7 എന്ന പുതിയ ചാനൽ ആരംഭിക്കുകയും വെറും ഒറ്റ വർഷം കൊണ്ട് ന്യൂസ് തമിഴ് 24/7 ഒന്നാം സ്ഥാനത്തിലേക്ക് എത്തിക്കുകയും അദ്ദേഹം ചെയ്തു. ഈ വിജയഗാഥയുടെ തുടർച്ചയായാണ് മലയാളത്തിലും വാർത്താ ചാനൽ എന്ന നിലയിൽ മലയാളം ന്യൂസ് 24/7 എന്ന പുതിയൊരു ചാനൽ ആരംഭിക്കുന്നത്. എപ്പോഴും വിജയങ്ങൾ തൊടുന്നതെല്ലാം പൊന്നാക്കുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ദ മാൻ വിത്ത് എ മിഡാസ് ടച്ച് എന്ന് പറയാൻ സാധിക്കും. ഏറെ ബഹുമാനത്തോടെ ശ്രീ ഷകിലൻ പത്മനാഭൻ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്നത്തെ CEOയുടെ ഈ ഉഗ്രം കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള ഒരു മലയാളി ആയാലും കുറച്ച് തമിഴ് കൂടുതൽ കാരണം മലയാളം കുറച്ച് ഇടയ്ക്കിടയ്ക്ക് ഒരു കുഴപ്പമുണ്ടാവും. പക്ഷേ ഈ കൺവെൻഷനിൽ പങ്കെടുക്കാനുള്ള എല്ലാ ആഗ്രഹങ്ങളും നമ്മുടെ CEOയുടെ പ്രസിഡന്റ് പ്രവീൺ മോഹൻ, നമ്മുടെ ചെയർമാൻ KCCന്റെ ചെയർമാൻ ഗോവിന്ദേട്ടൻ, പിന്നെ ജനറൽ സെക്രട്ടറി CEOയുടെ സുരേഷ് ഏട്ടൻ, പിന്നെ MD സുരേഷ്, നമ്മുടെ ന്യൂസ് മലയാളം 24/7 ചാനലിൻ്റെ MD സിദ്ദിഖ് സാർ, വിജയകൃഷ്ണൻ, എല്ലാവർക്കും എൻ്റെ നന്ദി പറഞ്ഞ് ഒരു 1-2 വാക്കുകൾ മാത്രമാണ്. ഏറ്റവും നല്ല ഒരു പ്രധാനമായ ഒരു കൺവെൻഷനാണ്. കഴിഞ്ഞ കൊല്ലം എറണാകുളത്തിലുണ്ടായിരുന്നു, ഈ പ്രാവശ്യം തൃശ്ശൂരാണ്. ഇപ്പം എന്തായാലും തൃശ്ശൂർ പറയുമ്പോൾ രാജേട്ടൻ്റെ ഒരു കെയർ ഓഫിലാണ് ഈ പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ടാവും. പക്ഷെ രാജേട്ടൻ എഴുതി കൊടുക്കുമ്പോൾ കുറച്ചും കൂടിയും കൂടുതൽ കാര്യങ്ങൾ എന്നെ പറ്റി പറയണം. എന്നെയല്ല, എൻ്റെ നെറ്റ്വർക്കിനെ പറ്റി. 25 ലക്ഷം കേബിൾ TV കണക്ടിവിറ്റി അല്ല, തൽക്കാലം 40 ലക്ഷം കണക്ടിവിറ്റി ഉള്ള വലിയ നെറ്റ്വർക്കാണ് KCCL. ചിലപ്പോൾ രാജേട്ടന് ഒരു അസൂയാവും തോന്നുന്നു, അത് കാരണം എണ്ണം കുറച്ച് പറഞ്ഞു തോന്നുന്നു. അങ്ങനെ നമ്മുടെ കേബിൾ TV നെറ്റ്വർക്ക് പറയണത്, TCCL പറയണത് കേരളത്തിൻ്റെ കൾച്ചറിനും അപ്പുറമുള്ള ഒരു കൾച്ചറാണ്. ഇവിടെ പറയണത്, ഉദാഹരണത്തിന് ഞങ്ങൾ കഴിഞ്ഞ കൊല്ലം പല വർഷങ്ങളായിട്ട് കേരള വിഷൻ CEO ആയിട്ട് നമുക്ക് അടുപ്പുണ്ടായാലും 10-20 വർഷങ്ങളായിട്ട് ഇന്ത്യയിലെ ഏറ്റവും പ്രധാന അസോസിയേഷൻ പറയുമ്പോൾ 2 സ്റ്റേറ്റാണ്, ഒന്ന് കേരളം, ഒന്ന് തമിഴ്നാട്. ശരിക്കും പറഞ്ഞാൽ എല്ലാ സ്റ്റേറ്റിലും അസോസിയേഷൻ ഉണ്ടാവും. അവരൊക്കെ ഒരു ലീഡറായിട്ടോ അല്ലെങ്കിൽ കൂടെ ഒരു 4 പേര് വെച്ചിട്ട് ഒരു ലെറ്റർ ബേഡ് വെച്ചിട്ട് നടത്തുന്ന സ്ഥാപനമായിട്ടല്ല. ശരിക്കും പറഞ്ഞാൽ ഒരു 25 വർഷങ്ങൾ തൊടാൻ പോണ് ഞങ്ങളുടെ TCOA. 2000 തുടങ്ങിയ TCOA ഇപ്പോൾ 25 വർഷം തുടങ്ങാൻ പോണു. ശരിക്കും പറഞ്ഞാൽ TCOA പറയണത് ജനാധിപത്യം മാത്രം പറയണ, മറ്റവനെക്കാളും ജനാധിപത്യം ഉൾപ്പെടുത്തി നടത്തുന്ന സ്ഥാപനം പറഞ്ഞാൽ ഈ 2 അസോസിയേഷൻ മാത്രമേ ഉള്ളൂ. അത്രയ്ക്കും ഭയങ്കര ഒരു ഡെമോക്രസി ഉണ്ടാവും. കാരണം കേരളത്തിൽ
ഡെമോക്രസി പറയുമ്പോൾ അതിനുള്ള വകുപ്പ് അതിൻ്റെ ഉള്ള രാഷ്ട്രീയം പറയുന്നത് എന്തൊക്കെ കോൺഗ്രസും BJPയും ഉണ്ടായാലും ഈ കേരളം പറയുന്നത് ഒരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പാരമ്പര്യമായ ഒരു കൾച്ചറുണ്ട്. അതിൻ്റെ പിന്നിൽ നമ്മുടെ ജനങ്ങളുടെ സ്വഭാവങ്ങൾ, അവരുടെ കൾച്ചർ, അതിൻ്റെ ഉള്ള പിന്നിലുള്ള എല്ലാ സ്ഥാപനങ്ങളും ഏറെക്കുറെ അതിൻ്റെ ഒരു വഴിയിൽ വരും. തമിഴ്നാട് പറയുന്നത് അങ്ങനെയല്ല. അങ്ങനെ പറഞ്ഞാൽ അവർ MGR, കലഞ്ഞർ, ജയലളിത ഒരു ഉത്തരവിട്ട തീർന്നു. അങ്ങനത്തെ ഒരു സ്റ്റൈലാണ്. അങ്ങനത്തെ ഒരു സ്റ്റൈലുള്ള ആ കൾച്ചറിൽ കൊല്ലം താലൂക്ക് സമ്മേളനങ്ങൾ നടത്തണം, ജില്ലാ സമ്മേളനം നടത്തണം, പിന്നെ സ്റ്റേറ്റ് കൗൺസിൽ നടത്തണം. ഒവ്വൊരു മാസം സ്റ്റേറ്റ് ഹയർ കമ്മിറ്റി മീറ്റിംഗ് നടത്തണം. 3 മാസം സ്റ്റേറ്റ് ജനറൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റി നടത്തണം. ഇങ്ങനെ സിസ്റ്റം ഉണ്ടാക്കി, അതും പ്രത്യേകിച്ച് പറഞ്ഞാൽ കേബിൾ TV പറഞ്ഞാൽ കേരളത്തിൽ വേറെ, തമിഴ്നാട്ടിൽ വേറെ. തമിഴ്നാട് പറഞ്ഞത് അവരുടെ ചിന്ത മുഴുവതും പണം പണം പണം, പൈസ മാത്രം കരുതുന്ന എല്ലാവർക്കും ഉണ്ട്, ഇവിടെ ഉണ്ടാവും. പക്ഷെ അവിടെ കൂടുതൽ അവർക്ക് പണം മാത്രം. ഈ പണം പണം പറയുന്ന ആ കൾച്ചറിൽ നിന്ന് ഗുണം വേണം, മറ്റവർക്കായിട്ട് സഹായിക്കണം, എല്ലാവരുടെ കൂടെ ചേർന്ന് ഒരുമിച്ച് നിൽക്കണം എന്നുള്ള ഒരു സ്വഭാവം ഞങ്ങൾ 25 വർഷങ്ങൾ ഈ തമിഴ്നാട്ടിലുള്ള കേബിൾ ഓപ്പറേറ്റർ പറഞ്ഞു കൊടുത്ത് ഇന്ന് ഏറ്റവും വലിയ ഒരു പ്രധാന ഒരു അസോസിയേഷനായിട്ട് TCOA എന്ന് പറഞ്ഞാൽ 30,000 കൂടുതലുള്ള ഒരു ഓപ്പറേറ്റർ ഇന്ന് സ്നേഹിക്കുന്ന ഒരു അസോസിയേഷനായിട്ടും 15,000 പേർ 900 രൂപ മെമ്പർഷിപ്പിന് അടച്ചാൽ മാത്രമാണ് അവർക്ക് മുഴുവൻ അവകാശം ഈ സ്ഥാപനത്തിൽ ഉണ്ടെന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടാക്കി ഇന്ന് അവർക്ക് കുറേ സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതേപോലെ TCCL പറയുന്ന ഒരു സ്ഥാപനം ഏറെക്കുറെ കേരളത്തിലുള്ള കൾച്ചർ വേറെ. അവിടെ മുഴുവതും പണ്ട് മൊനാപ്പിലിയായിട്ട് വലിയ കേബിൾ MOSക്കൾ ഉണ്ടായിരുന്നു. ആ MOSക്കളുടെ പിടിയിലുണ്ടായിരുന്ന കേബിൾ ഓപ്പറേറ്റർ അസോസിയേഷനായിട്ട് മാറി. പിന്നെ അവരെ നല്ല ബോധപ്പെടുത്തി നമ്മൾ തന്നെ ഈ കച്ചവടങ്ങൾ ചെയ്യണം, ഈ സ്ഥാപനം നമ്മൾ തന്നെ ഉണ്ടാക്കണം പറഞ്ഞു. 2012 തുടക്കത്തിൽ ഒരേ രാത്രി TCCL തുടങ്ങുമ്പോൾ അസോസിയേഷൻ്റെ മെമ്പർമാർ ഒരേ രാത്രി 30 കോടി രൂപ ഈ TCCL തുടങ്ങാനുള്ള പണം മുടക്കി ഒറ്റ രാത്രിയിൽ 30 കോടി തന്ന ഒരു വലിയ ഹിസ്റ്ററി കേരളത്തിൽ ഉണ്ടായില്ല. പക്ഷെ തമിഴ്നാട്ടിൽ അങ്ങനെ പറ്റില്ല. അങ്ങനെ ഒരു സാധ്യത ഉണ്ടായി. 30 കോടി രൂപ മുടക്കി വെറും 1 ലക്ഷം കണക്ടിവിറ്റിയിൽ 2013 TCCL തുടങ്ങി. അവിടെ നിങ്ങൾ പറഞ്ഞ പോലെയല്ല, രാഷ്ട്രീയം ഭയങ്കര പിൻബലമാണ്. അന്നത്തെ കാലത്ത് 2011 മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ജയലളിത കേബിൾ TV അറസ്റ്റും പറഞ്ഞിട്ട് ഒരു സംഭവം ഉണ്ടാക്കി. മൊത്തം പോലീസ് പട്ടാളം ഇറക്കി കേബിൾ TV മേഖല മുഴുവതും അറസ്റ്റിൻ്റെ ഗവൺമെൻറ്റിൻ്റെ താഴെ കൊണ്ടുവന്നു. അതിനപ്പുറമാണ് TCCL തുടങ്ങിയത്. അങ്ങനെ മെല്ലെ മെല്ലെ തുടങ്ങി ഇന്ന് തമിഴ്നാട്ടിൽ ഏറ്റവും വലിയ നെറ്റ്വർക്കായിട്ട് 35 ലക്ഷം കണക്ടിവിറ്റി തമിഴ്നാട്ടിലും പാണ്ടിച്ചേരി, ആന്ധ്ര, കർണാടക അടക്കം ഇന്ന് ഒരു 40 ലക്ഷം കണക്ടിവിറ്റി ആയിട്ട് ഈ 12 വർഷക്കാലത്ത് ഇത്രയും ഏറ്റവും വലിയൊരു നെറ്റ്വർക്കായിട്ട് ഇന്ത്യയിൽ ഒരു 4ാമത്തെ സ്ഥാനമായി വളർച്ചയായിട്ട് വന്നിട്ടുണ്ട്. അത്രയ്ക്കും കഷ്ടപ്പാടുകളും പ്രശ്നങ്ങളും ഞങ്ങൾ എതിർക്കൊണ്ട് വളർന്ന ഒരു സ്ഥാപനമാണ്. അതിനപ്പുറം ഞങ്ങൾ ബ്രോഡ്ബാൻഡ് തുടങ്ങി. ബ്രോഡ്ബാൻഡ് കേരള വിഷനെ പോലെ കുറച്ചും കൂടി കൂടുതൽ ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഏകദേശം കഴിഞ്ഞ ഒരു വർഷത്തിൽ 1 ലക്ഷത്തിൽ നിന്ന് ഇപ്പോൾ 2 ലക്ഷം കണക്ടിവിറ്റി ആയിട്ട് ഞങ്ങൾ മാറ്റിയിട്ടുണ്ട്. കൂടുതൽ ശ്രദ്ധപ്പെടുത്തുന്നുണ്ട്. എന്തായാലും ഇനി ഒരു വർഷത്തിൽ ഒരു 5 ലക്ഷം കണക്ടിവിറ്റി ഞങ്ങൾ മാറ്റാനുള്ള ശ്രമങ്ങളുണ്ട്. അതിന് പിന്നെ ഞങ്ങൾ തുടങ്ങിയത് ബ്രോഡ്കാസ്റ്റിംഗ് ആണ്. ന്യൂസ് തമിഴ് പറഞ്ഞിട്ട് ഒരു ചാനൽ തുടങ്ങി. ആ ന്യൂസ് തമിഴ് പറഞ്ഞത് തുടക്കത്തിൽ തന്നെ തമിഴ്നാട്ടിലുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു രീതിയിൽ ഈ ചാനൽ ഉണ്ടായി. 24x ന്യൂസ് തമിഴ്.
അതിൻ്റെ പ്രധാനം കുറേ ജനങ്ങളുടെ ഇഷ്യൂസ്, ജനങ്ങളുടെ കാര്യങ്ങൾ ഞങ്ങൾ കയ്യിലെടുത്തു. അവരെ ഏറ്റവും പ്രധാന ചാനൽ സൺ നെറ്റ്വർക്കിൻ്റെ, പോളിമർ, പുതിയ തലമുറ, തന്തി പ്രധാന ചാനലുകൾ അവിടെ ഉണ്ടായാലും ഇന്ന് ആദ്യത്തെ സ്ഥാനം സ്ഥിരം 2.5 വർഷമായിട്ട് ചെന്നൈയിൽ റേറ്റിംഗിൽ നമ്പർ 1 ആയിട്ടും തമിഴ്നാട്ടിൽ നമ്പർ 1, നമ്പർ 2 മാറി മാറി വരുന്ന ഒരു ഏറ്റവും വലിയ ചാനലായിട്ട് ന്യൂസ് തമിഴ് 24/7 തുടങ്ങി. അങ്ങനത്തെ ഒരു രീതിയിലാണ് നമ്മൾ കാണുന്നത്. കേരള വിഷനായിട്ട് നമ്മുടെ തമിഴ്നാട് സമ്മേളനത്തിൽ ഇവിടുത്തെ നേതാക്കൾ വരും, ഇവിടുത്തെ സമ്മേളനം ഞാൻ പങ്കെടുക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായാലും കുറേ വർഷങ്ങൾ പറഞ്ഞു വരും. ഒരു അസോസിയേഷൻ മാത്രമല്ല, നമ്മൾ രണ്ടാളും ചേർന്നിട്ട് ഇനി വരുന്ന കാലങ്ങളിൽ എന്തെങ്കിലും ഒരു പുതിയ ഒരു ബിസിനസ്സോ അല്ലെങ്കിൽ ഒരു പുതിയ സ്ഥാപനം നമുക്ക് ഉണ്ടാക്കുന്നുള്ള ഒരു ചർച്ച ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു നിർബന്ധത്തിലാണ് സിദ്ദിഖോടും സുരേഷോടും മറ്റേ നമ്മുടെ ഗോവിന്ദേട്ടനോടും പ്രവീണോടൊക്കെ പറയുമ്പോൾ ശരി എന്നാൽ നമ്മൾ എന്താ ചെയ്യാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ നല്ലൊരു സ്പേസ് ഉണ്ട്. നമ്മൾ എത്രയ്ക്ക് നമ്മൾ കേരള വിഷൻ പറയപ്പെട്ട സ്ഥാപനമായാലും നമുക്ക് ഒരു ന്യൂസ് ചാനൽ പറഞ്ഞാൽ ഈ കേരളത്തിൽ ഒരു പിടിമാനം ഉണ്ടാവും, നമുക്കൊരു ഓൾഡ് ഉണ്ടാവും. അത് രാഷ്ട്രീയ ഭരണമായാലും അല്ലെങ്കിൽ ഈ രാഷ്ട്രീയം ഭരണത്തിന് അപ്പുറമുള്ള അഡ്മിനിസ്ട്രേഷൻ നമ്മൾ എതിർക്കാനുള്ള കുറേ സംഭവങ്ങളെ നമുക്ക് നമ്മുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് ഒരു ന്യൂസ് ചാനൽ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടിയും നമുക്ക് പൊന്തി നിൽക്കാൻ പറ്റും കേരളത്തിൽ പറയുമ്പോൾ. ശരി എന്നാൽ നിങ്ങൾ ആലോചിക്കും പറഞ്ഞു. അങ്ങനെ ഒരു ചർച്ചയിലുണ്ടായിരുന്നു. അവസാനം മെയ് 29-ാം തീയതി നമ്മൾ ന്യൂസ് മലയാളം 24/7 പറഞ്ഞ ചാനൽ കേരള വിഷത്തിൻ്റെ സഹകരണത്തോട് ബ്ലെസ്സിങ്ങോട് ഈ കേരളത്തിലുള്ള ഏറ്റവും ആയിരക്കണക്കിലുള്ള എല്ലാ കേബിൾ ടി വി ഓപ്പറേറ്ററുടെ സഹായത്തോട് നമ്മുടെ ചാനൽ തുടങ്ങി. കുറച്ച് ഡിസ്ട്രിബ്യൂഷൻ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാലും ഏകദേശം ഒരു 2.5 മാസം കഴിഞ്ഞപ്പോൾ 3-ാമത്തെ മാസം തുടങ്ങിയിട്ടുള്ളൂ. അത്യാവശ്യം ഇന്ന് കേരളത്തിൽ വർത്തമാനത്തിനിടയിൽ ചർച്ചയുടെ ഇടയിൽ ഇന്ന് ന്യൂസ് മലയാളം പറയപ്പെടുന്ന ഒരു ചാനലായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും കുറച്ചു കാലത്തിനുള്ളിൽ കേരളം പ്രത്യേകിച്ച് ഉള്ള മറ്റു ചാനലിനേക്കാളും കൂടുതൽ ശ്രദ്ധപ്പെടുന്ന ജനങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു ചാനലായിട്ട് മാറും. കാരണം ഇത് കേരള വിഷന്റെ പിൻബലമായിട്ടുള്ള ഒരു ചാനലായി തുടങ്ങിയ കാരണം തീർച്ചയായിട്ട് ഈ കേരള മണ്ണിൽ അത് ഒരു പ്രധാന ചാനലായിട്ട് ജയിക്കും എന്നുള്ള ഉറപ്പ് ഈ കൺവെൻഷൻ കൂടി ഞാൻ പറയാൻ തുടങ്ങുകയാണ്. അത്രയ്ക്കും നല്ലൊരു ചാനലായിട്ട് മാറാൻ പറ്റും. ഞാൻ കുറേ ശ്രമിക്കുന്നുണ്ട്. കേരളത്തിൻ്റെ കൾച്ചർ വേറെ. നമുക്കിപ്പോൾ ഒന്നില്ല, ഒരു സംഭവം കിട്ടിയാൽ മതി, പകലും അതിൻ്റെ പിന്നിൽ നമ്മുടെ ടെലിവിഷൻ 24 മണിക്കൂർ അതിൻ്റെ പിന്നിലുണ്ടാവും. പിന്നെ നമ്മൾ എല്ലാവരും ഡിസ്കസ് ചെയ്തപ്പോൾ ഈ ചർച്ച പറഞ്ഞ പിന്നിൽ വെറും രാഷ്ട്രീയക്കാർക്ക് മാത്രമല്ല നമ്മുടെ ജനങ്ങൾക്ക് എന്താണ് നമ്മൾ പറയാൻ പോകണം. അത് കാരണം ചർച്ച പറയണ ആ സെഗ്മെന്റ് വേണ്ടാന്ന് നമ്മൾ തീരുമാനിച്ചു. ഡിബേറ്റ് ഷോവേ വേണ്ടാന്ന് തീരുമാനിച്ചു. അങ്ങനെ ഡിബേറ്റ് ഷോ ഇല്ലാത്ത ഒരു ചാനലായിട്ട് ഇന്ന് കേരളത്തിൽ തുടങ്ങിയ ഒരേ ഒരു ചാനൽ നമ്മുടെ ന്യൂസ് മലയാളം 24/7. തീർച്ചയായിട്ട് ഇനിയും കുറച്ച് ദിവസങ്ങളിൽ ഈ ന്യൂസ് മലയാളം മുഴുവതും ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയാണ്. ഇൻവെസ്റ്റിഗേഷൻ, പൊളിറ്റിക്കൽ ഇൻവെസ്റ്റിഗേഷൻ, ക്രൈം ഇൻവെസ്റ്റിഗേഷൻ, ജനങ്ങൾ പെടാപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ പുറത്തു കൊണ്ടുവരുന്ന ഒരു ഇൻവെസ്റ്റിഗേഷൻ ചാനലായിട്ട് തീർച്ചയായിട്ടും മാറും. കേരളത്തിൽ ഏറ്റവും വലിയ ചാനലായിട്ട് ഇനിയും ഒരു വർഷത്തിൻ്റെ ഉള്ളിൽ എത്തുമെന്നുള്ള ഉറപ്പ് എനിക്കുണ്ട്. നിങ്ങളുടെ സഹകരണം ഉണ്ടാവണം, നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. എല്ലാ ഗ്രാമങ്ങളിലും എല്ലാ നമ്മുടെ നാടുകളിലും നഗരങ്ങളിലും ന്യൂസ് മലയാളത്തിലുള്ള ഒരു പ്രൊമോഷൻ നിങ്ങളുടെ നേതാക്കൾ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം. എല്ലാ ഗ്രാമങ്ങളിലും ന്യൂസ് മലയാളത്തിൻ്റെ വോർഡിങ്സോ ഫ്ലെക്സോ എന്തൊക്കെ രീതിയിൽ ജനങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിലോ അത്രയ്ക്ക് നമുക്ക് കൊണ്ടുപോയാൽ ഒരു ലാഭം മാത്രമല്ല, ഇതിൽ എന്ത് ലാഭം കിട്ടും അങ്ങനെ വിചാരിക്കാണ്ട് ഈ ചാനൽ വളർന്നു വന്നാൽ നമുക്ക് ഒവ്വൊരു ഗ്രാമങ്ങളിലുമുള്ള സാധാരണ നമ്മുടെ നഗരങ്ങളിലുള്ള ഓപ്പറേറ്ററിന് ഒരു വലിയൊരു ഇതാണ്, ആഘോഷമാണ്. ഇത് എൻ്റെ ചാനലാണ്, ഇത് ഞാൻ വളർത്തിയ ചാനലാണ്, ഈ ചാനലിൻ്റെ പിന്നിലാണ് ജനങ്ങളുള്ളത്, ഈ ചാനൽ എൻ്റെ ചാനലെന്ന് പറയാനുള്ള ഒരു അവകാശം നിങ്ങൾക്കുണ്ട്, അവസരം നിങ്ങൾക്കുണ്ട്. ആകെ
കേരളത്തെ എല്ലാ ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങൾ കൂടുന്ന സ്ഥലങ്ങളിൽ നമ്മുടെ ന്യൂസ് മലയാളത്തിൻ്റെ പ്രൊമോഷൻ കൊണ്ടുപോകാൻ നിങ്ങൾ സഹായിക്കണമെന്ന് ഈ കൺവെൻഷനിൽ ഞാൻ കേൾക്കാണ്. ഇതിനപ്പുറം ഞാൻ പറയാനുള്ളത് വളരെ സീരിയസ് ആയ കാര്യം, ഇപ്പോൾ ഇന്നത്തെ കൾച്ചർ നിങ്ങളൊക്കെ ബ്രോഡ്കാസ്റ്റ് വിളിക്കും, എല്ലാ സമ്മേളനത്തിലും വിളിക്കും. ഞങ്ങൾ കുറച്ച് ലിമിറ്റാണ്. കാരണം ബ്രോഡ്കാസ്റ്റ് പറയുന്നത് പേഴ്സണലായിട്ട് അവരായിട്ടുള്ള സ്നേഹം സന്തോഷമൊക്കെ ഉണ്ടാവും. പക്ഷെ അവരുടെ സ്വഭാവം പറഞ്ഞാൽ നമ്മളെക്കാളും നമ്മളെ കയറി പിടിക്കാനും നമ്മളെ ഭരിക്കാനും മാത്രമാണ് അവർ വിചാരിക്കുന്നത്. എപ്പോഴും ഞങ്ങൾ TCCL പറയണത് വളരെ സ്നേഹപൂർവമായി അവരായിട്ട് നമ്മൾ സഹകരിച്ചാലും അവരുടെ ഗുണം എപ്പോഴും നമ്മുടെ നിന്ന് എത്ര പണം എടുക്കാൻ പറ്റും മാത്രം അവർക്ക് ആലോചന മാത്രമേ. ഈ 4 വർഷത്തിൽ നമ്മുടെ റെഗുലേഷൻ നിറയെ മാറിയാലും TRI പറയണ ഈ റെഗുലേഷൻ കുറേ ചേഞ്ചസ് കൊണ്ടുവന്നാലും പക്ഷേ ഇപ്പോഴും ഈ ബ്രോഡ്കാസ്റ്റിൻ്റെ തന്ത്രമായ കാര്യങ്ങളാണ് ഇന്നും നിലവിൽ നിൽക്കുന്നത്. ആ തന്ത്രമായ പല സമയങ്ങളിൽ അവരിപ്പോൾ തുടങ്ങിയുള്ള ഒരു വലിയ പ്രശ്നം ഒവ്വൊരു വർഷം അവരുടെ ചാനലിൻ്റെ പ്രൈസ് കൂട്ടാനുള്ള ഒരു ശ്രമം കൂടി വരികയാണ്. കാരണം ഒരു 7 വർഷത്തിന് മുമ്പുള്ള നമ്മുടെ കേബിൾ മേഖലയല്ല ഇപ്പം നമുക്കുള്ള ഭയങ്കര ചലഞ്ച്. നമ്മുടെ കണക്ടിവിറ്റി എത്രമാത്രം നമ്മൾ ഒരു കണക്ഷന് വേണ്ടിയിട്ട് 1500 രൂപ കുറഞ്ഞത് നമ്മൾ മുടക്കണം. പക്ഷേ ഒവ്വൊരു മാസം കുറഞ്ഞത് ഒരു 10,000 20,000 കണക്ടിവിറ്റി ഏതോ ഒരു കാരണം കൊണ്ട് നമ്മുടെ കണക്ടിവിറ്റി നമ്മളെ വിട്ടു പോവുകയാണ്. പണ്ടത്തെ കേരളമല്ല, പണ്ടത്തെ തമിഴ്നാടല്ല, ഇന്നത്തെ കേരളം തമിഴ്നാടല്ല, ഇന്ത്യയിൽ മുഴുവതും ഇന്ന് കേബിൾ TVയുടെ കണക്ടിവിറ്റി ഭയങ്കരമായിട്ട് താഴെ പോവുകയാണ്. കാരണം ഇന്റർനെറ്റ് വളർന്നാലും OTT പ്ലാറ്റ്ഫോം ഉണ്ടായാലും എല്ലാം ഉണ്ടായാലും വളരെ മോശമായ ഒരു രീതിയാണ് ഇന്നത്തെ കൾച്ചർ. കാരണം കേബിൾ വേണ്ട, കേബിൾ TV ഓപ്പറേറ്റർ എൻ്റെ വീട്ടിലേക്ക് വരണ്ട. ഇന്ന് പുതിയ ടെക്നോളജി വരുമ്പോൾ ജനങ്ങൾ നമ്മളെ വിട്ട് ഒരു അകൽച്ച കൂടി വരുന്നുണ്ട്. കാരണം നമ്മുടെ അപ്രോച്ചാവും. ചിലപ്പോൾ ഇവിടെ നിങ്ങൾ നല്ല രീതിയിൽ ജനങ്ങളായിട്ട് നല്ലൊരു ബന്ധം ഉണ്ടായാലും തമിഴ്നാട് അടക്കം മറ്റ് സ്റ്റേറ്റിലുള്ള പ്രശ്നം പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ, അതും ഹയർ കാറ്റഗറി അപ്പർ ക്ലാസ് പീപ്പിൾ, മിഡിൽ അപ്പർ ക്ലാസ് പീപ്പിൾ സാധാരണ രീതിയിൽ നമ്മുടെ വീട്ടിലേക്ക് കേബിൾ TV ഓപ്പറേറ്റർ വരരുത് എന്നൊരു നിലപാടുണ്ട്. കാരണം ഇന്നത്തെ നമ്മൾ വലിയ സ്ക്രീനിൽ കണ്ടു. പണ്ടൊക്കെ നമ്മൾ പോയി സിനിമ തിയേറ്ററിൽ പോയി പടം കാണും. പിന്നെ TV വീട്ടിൽ വെച്ച് കണ്ടു. ഇന്ന് അമ്മയുടെ അടുത്ത് ഒരു മൊബൈൽ ഉണ്ടാവും, അച്ഛൻ്റെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടാവും, മകളുടെ കയ്യിൽ ഒരു മൊബൈൽ ഉണ്ടാവും, മകൻ്റെ ഒരു കയ്യിൽ മൊബൈൽ ഉണ്ടാവും. പേഴ്സണൽ ക്യാരക്ടറായിട്ട് മാറി അവരുടെ സ്വന്തം കാര്യങ്ങൾ കാണാൻ വേണ്ടിയിട്ട് TV അതിരുന്ന് കാണാൻ പറ്റില്ല. 4 മുറി ഉണ്ടെങ്കിൽ അമ്മ അവരുടെ ഒരു മുറിയിലും, അച്ഛൻ ഒരു മുറിയിലും, മകൾ ഒരു മുറിയിലും, മകൻ ഒരു മുറിയിൽ ഇരുന്നിട്ട് സ്വന്തം കാര്യങ്ങൾ കാണാനുള്ള ഒരു മൊബിലിറ്റി കോൺസെപ്റ്റാണ് ഇന്ന് വന്നുള്ളത്. ഇത് ഭയങ്കര നമ്മുടെ കൾച്ചറെ ബാധിച്ചാലും ഇത് കൾച്ചർ മാത്രമല്ല, നമ്മളെ പോലെ ഈ മേഖലയിലുള്ള ഈ കേബിൾ TV ഇൻഡസ്ട്രിയിൽ ഭയങ്കരമായിട്ട് ഈ കച്ചവടം നമുക്ക് എത്ര വർഷം കൊണ്ടുപോകും എന്നുള്ള ഒരു ചോദ്യം ഇന്ന് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് ബ്രോഡ്കാസ്റ്റർക്ക് അങ്ങനെയല്ല. എന്തൊക്കെയായാലും ആ കോർപ്പറേറ്റിൻ്റെ അവരുടെ അപ്രോച്ച് പറയുന്നത് അവർക്ക് പണം കൂടുതൽ പണം വേണം. ഉദാഹരണത്തിന് കഴിഞ്ഞ വർഷം ഈ ഓൺലി സ്പോർട്സ് കണ്ടന്റ് വെച്ചിട്ട് കുറേ കളി കളിക്കണ ഈ ബ്രോഡ്കാസ്റ്റേഴ്സ് ഈ ഒരു 46,000 കോടി മുടക്കി IPL എടുത്ത് ഡിസ്നി സ്റ്റാർ, അത് അവർക്ക് ലാഭമില്ല പൊട്ടി എന്ന് പറഞ്ഞ ഉടനെ ഇന്ന് ഡിസ്നി സ്റ്റാർ ഇന്ന് റിലയൻസ് മേടിക്കാനുള്ള എല്ലാ അവകാശം ഉണ്ടാക്കി കൊടുത്തു. ഇപ്പോൾ നോർത്ത് ഇന്ത്യയിൽ ശരിക്കും പറഞ്ഞാൽ സൗത്തിനേക്കാളും നോർത്തിൽ സ്റ്റാറും ഇന്ത്യ കാസ്റ്റും പറയുന്ന ഈ 2 പ്രധാന ചാനൽ ഒരുമിച്ച് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ എങ്ങനെയൊക്കെ ഉണ്ടാവുമെന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അപ്പോൾ ഇന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ തമിഴ്നാട്ടിൽ സുമംഗലി കേബിൾ പറയുന്നത് സൺ TVയുടെ താഴെയുള്ള സ്ഥാപനമാണ്. മറ്റേ വലിയ ഒരു ഗ്രൂപ്പ് പോളിമർ TVയുടെ നെറ്റ്വർക്കൊക്കെ ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് വേറെ വഴിയില്ല. ഇതിനു മുമ്പ് അവരായിട്ട് ഞങ്ങൾ തല്ലൂട്ടം വഴക്കുണ്ടായാലും നമ്മൾ ഒരു പോളിസി കൊണ്ടുവന്നു. കാരണം നമ്മൾ 3-4 പിരിഞ്ഞിരിക്കുമ്പോൾ ബ്രോഡ്കാസ്റ്റ് പറഞ്ഞ സാധാരണ ബ്രോഡ്കാസ്റ്റൊക്കെ ഉണ്ട്. സാധാരണ ഡിസ്കവറി ആവട്ടെ അല്ലെങ്കിൽ ടൈംസ് ആവട്ടെ ചെറിയ
ഒരു ബ്രോഡ്കാസ്റ്റിംഗ് നമ്മൾ സഹായിക്കില്ല. പക്ഷെ അവർക്കുള്ള അവകാശം കിട്ടിയാൽ നമ്മളിട്ട് കളിക്കും. ഇപ്പൊ നമ്മുടെ മുസ്തഫക്ക് ഉണ്ട്, ഇന്ത്യയിലെ ഏറ്റവും വലിയ ശക്തിയായ ഒരു ചാനലായി മാറിയിട്ടുണ്ടെങ്കിൽ മൂപ്പറുടെ അപ്രോച്ച് ഇങ്ങനെ ഉണ്ടാവില്ല. നമ്മുടെ പ്രവീണാവട്ടെ അല്ലെങ്കിൽ സിദ്ദിഖാവട്ടെ ഇപ്പൊ ഒന്ന് ഏത് പരിപാടി വിളിച്ചാലും ഇവിടെ വന്ന് കുത്തിരിക്കും. പക്ഷെ അവര് തീരുമാനിക്കുന്ന ശക്തിയായിട്ടുണ്ടെങ്കിലേ നമ്മൾ അവരുടെ അടുത്തേക്ക് പോകാനുള്ള ഒരു സമയം കിട്ടുമെന്ന് വേണം മുസ്തഫ വിചാരിക്കുക. അങ്ങനെയാണ് എല്ലാ ബ്രോഡ്കാസ്റ്ററും. അത് അവർക്കൊരു പിടിമാനം കിട്ടിയാൽ നമ്മളിട്ട് കളിക്കാൻ നോക്കും. അങ്ങനത്തെ ഒരു രീതിയാണ് ഇന്നത്തെ ബ്രോഡ്കാസ്റ്റ്. അപ്പൊ നമ്മൾ ഈ അവസരത്തിൽ ഞാൻ പറയാനുള്ളത്, ഇന്ന് ഞങ്ങൾ അവിടെ കുറെ ഡിസ്കഷൻ, സൺ ടി വി, നമുക്ക് പല അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാലും അവരായിട്ട് ഞങ്ങൾ ഒരുമിച്ച് നിൽക്കാണ്. അപ്പൊ ഞാൻ പറയണത്, ഏറ്റവും ഇന്ത്യയിൽ പ്രധാന 2 കേബിൾ എമോസോ ആണ്. ഒന്ന് കേരള വിഷൻ, ഒന്ന് TCCL. ഐ മീൻ KCCL ആൻഡ് TCCL. ഇന്ന് ഒരു ബ്രോഡ്കാസ്റ്റ് ചാനൽ തുടങ്ങാൻ നമ്മൾ ഒരുമിച്ചുണ്ട്. അത് സക്സസ് ആയി വരുന്നുള്ള ഉറപ്പുണ്ട്. പക്ഷെ ഈ മേഖലയിലുള്ള ആയിരക്കണക്കിലുള്ള നമ്മുടെ കേബിൾ TV കുടുംബങ്ങളെ നമ്മൾ ശുശ്രൂഷിക്കണമെങ്കിൽ, അവരെ നമ്മൾ സെക്യൂർ ചെയ്യണമെങ്കിൽ, തീർച്ചയായിട്ടും എൻ്റെ അപേക്ഷ ഈ കൺവെൻഷനിൽ ഞാൻ പറയാ, KCCലും TCCലും പറയുന്ന 2 സ്ഥാപനം ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള ഒരു നെറ്റ്വർക്കായി മാറാനുള്ള അവസരം ഉണ്ടാക്കിയാൽ മാത്രമാണ് നമുക്കിതിൽ ഒരേ ഒരു വിഷയം മാത്രം, നമ്മളെ കാത്ത് നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഈ കമ്പനി നടത്തണോ, നമ്മുടെ ആയിരക്കണക്കിലുള്ള ഗ്രാമങ്ങളിലും ഈ നഗരങ്ങളിലുള്ള നമ്മുടെ കേരള വിഷൻ COയുടെ മെമ്പർമാരും നമ്മുടെ മെമ്പറിന്റെ കുടുംബങ്ങളെ നമ്മൾ കാത്തു സൂക്ഷിക്കുമെങ്കിൽ ഇനി വരുന്ന കാലം പറയുന്നത് ഭയങ്കര പ്രശ്നങ്ങളാണ്. അത് നമ്മുടെ കേരള വിഷൻ അടക്കം നേരിട്ടുണ്ട്. ഏഷ്യാനെറ്റിന്റെ ഇൻക്രീസ് 3 വർഷത്തിന് അടുപ്പിച്ച് അവര് ചേർത്ത് മേടിക്കുന്നതും ഞങ്ങളോട് വർഷം ചേർത്ത് മേടിക്കുന്നതും, ഇങ്ങനെ പല ബ്രോഡ്കാസ്റ്റേഴ്സ്, സൺ TV ആവട്ടെ, സ്റ്റാർ ആവട്ടെ, ഇന്ത്യ കാസ്റ്റ് ആവട്ടെ, സി ആവട്ടെ, തുടർച്ചയായിട്ട് ഇങ്ങനെ ഈ പൈസ കൂട്ടി ചോദിക്കുമ്പോഴുള്ള പ്രശ്നം പറയുമ്പോൾ നമുക്ക് കൂട്ടി കൊടുക്കാൻ മനസ്സുണ്ടായാലും ഗ്രൗണ്ടിൽ സാധാരണ ജനങ്ങളിൽ നിന്ന് കൊടുക്കാൻ മനസ്സില്ല. സാധാരണ ഓപ്പറേറ്റർ ഒவ்வொரு മാസവും 10-50 കണക്ഷൻ കൈവിട്ട് പോകുമ്പോഴുള്ള പ്രശ്നങ്ങൾ, ഒவ்வொரு കണക്ടിവിറ്റിയും നമുക്ക് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ ഒരു 1500 രൂപയോ ചെലവാക്കുന്നുള്ള ഒരു പ്രശ്നങ്ങൾ, ഇങ്ങനെ ഏറ്റവും വലിയൊരു പ്രശ്നമായി ഇന്ന് കേബിൾ മേഖല മാറുമ്പോൾ നമ്മൾ സാധാരണ ജനങ്ങൾക്ക് നിന്ന് കിട്ടാൻ അവസരം പറയണത്, നമ്മുടെ ചെവിയിൽ എല്ലാ ബ്രോഡ്കാസ്റ്റും പറയും, നിങ്ങൾ റേറ്റ് കൂട്ടിയാൽ നന്നാവില്ലേ, നിങ്ങൾ എന്താ റേറ്റ് കൂട്ടാത്തും പറയും. റേറ്റ് കൂട്ടുമ്പോഴുള്ള പ്രശ്നം പറഞ്ഞാൽ നമ്മുടെ കണക്ടിവിറ്റി കുറച്ചായിട്ട് കുറയാണ്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഒരു കാലത്തില് സ്പോർട്സ് പറഞ്ഞാൽ അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങളും ഭയങ്കര തല്ലൂട്ടങ്ങളും ബഹളങ്ങളും അങ്ങനെയൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടായിരുന്നു. സ്പോർട്സ് കൊടുത്തില്ലെങ്കിൽ, ഒരു കേബിൾ എമോസം കൊടുത്തില്ലെങ്കിൽ, കഴിഞ്ഞ കൊല്ലം IPL സ്റ്റാറിൽ കൊടുത്തു, നമ്മളെ ഭീഷണിപ്പെടുത്തി പൈസ കൂട്ടി ചോദിച്ചു. പക്ഷെ അതേ സ്റ്റാറിന്റെ കണ്ടന്റ് ജിയോയുടെ OTT പ്ലാറ്റ്ഫോമിൽ ജിയോ സിനിമയിൽ എല്ലാ IPL മാച്ചും കൊടുത്തു. ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ജിയോയുടെ 60 കോടി സബ്സ്ക്രൈബർ വരെയും ആ സ്പോർട്സ് IPL കാണുമ്പോൾ ഈ ഭാഗത്ത് സ്റ്റാർ സ്പോർട്സും നമ്മൾ കൊടുത്ത പൈസയും നഷ്ടപ്പെട്ടു. സ്റ്റാർ സ്പോർട്സ് അവരായിട്ടുള്ള മത്സരത്തിൽ തോറ്റു. 46,000 കോടി അവർ വിട്ടാലും ഇന്ന് ഡിസ്നി പറയുന്ന അമേരിക്കൻ കമ്പനി അതിൻ്റെ ഇന്ത്യയുടെ മൊത്തം ബിസിനസ്സും ഇന്ന് അംബാനിക്ക് കൊടുക്കുമ്പോൾ, കഴിഞ്ഞ വർഷം IPL 60 കോടി പേരും കാണുന്നുള്ള ഫ്രീ ആയിട്ട് കാണിക്കാനുള്ള ഒരു ഭയങ്കര ഒരു ബിസിനസ് സ്ട്രാറ്റജിയാണ് അവർ ചെയ്തത്. നാളെ ഡിസ്നി സ്റ്റാർ നമ്മുടെ റിലയൻസിന്റെ ഭാഗമായി മാറിക്കഴിഞ്ഞാൽ അടുത്ത 1-2 വർഷത്തിൽ കേബിൾ, DTH ഈ മേഖലയിൽ ഇവർ എന്തൊക്കെ കളിക്കും, എന്തൊക്കെ പ്രശ്നം നേരിടും, എത്രമാത്രം ഇവരുടെ പ്രൈസ് ഇൻക്രീസ് ആവും, അതിനെ എങ്ങനെ എതിർക്കൊള്ളും പറയുമ്പോൾ സത്യമായിട്ട് ഭയങ്കര പ്രശ്നങ്ങൾ നേരിടാനുള്ള കാലം അടുത്ത് വരുന്ന കാലങ്ങളാണ്. അപ്പോൾ അങ്ങനത്തെ കാലങ്ങളിൽ നമ്മൾ ഒരു KCCയിൽ മാത്രം അങ്ങനെ നിർത്തി ജയിക്കാൻ അവസരം ഉണ്ടോ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ആ സമരം, ആ പ്രശ്നങ്ങൾ എത്രമാത്രം വിജയിക്കും എന്നൊരു ചോദ്യത്തോട്, അതേപോലെ TCCയിൽ അത്രമാത്രം പ്രശ്നങ്ങൾ നേരിടുമ്പോൾ എത്രമാത്രം ജയിക്കും എന്നുള്ള ഒരു പ്രശ്നം ഒരു ചോദ്യമാണ്. അങ്ങനെ ഈ ചോദ്യത്തിന് ഒരു ഫുൾ സ്റ്റോപ്പ് വെക്കണമെങ്കിൽ KCCയിലും TCCയിലും ഒറ്റക്കറ്റ ഒരു നെറ്റ്വർക്കായി മാറുമ്പോൾ
ഏറ്റവും വലിയ നെറ്റ്വർക്കായിട്ട് ശരിക്കും പറഞ്ഞാൽ 75 ലക്ഷം 7.5 മില്യൺ 7.5 മില്യൺ കണക്ടിവിറ്റി ഉള്ള 75 ലക്ഷം കണക്ടിവിറ്റി ഉള്ള ഇന്ത്യയിൽ എനിക്കറിഞ്ഞിട്ട് രണ്ടാമത്തെ അല്ലത് ആദ്യ നെറ്റ്വർക്കായിട്ട് നമ്മൾ മാറുമ്പോൾ ഈ ബ്രോഡ്കാസ്റ്റ് അവർ നമുക്ക് അതിൽ പണിയെടുക്കുന്ന അവിടെ ജോലി ചെയ്യുന്ന രാജേഷോ അല്ലെങ്കിൽ മുസ്തഫയോ അവിടെയുള്ള മറ്റേ നേതാക്കളോ നമുക്ക് പ്രശ്നമല്ല. അവരുടെ കമ്പനിയാണ് നമുക്ക് പ്രശ്നം. അവരുടെ എംപ്ലോയി നമുക്ക് എതിരെയല്ല, ശത്രുക്കളല്ല. അവർ കമ്പനിയാണ് നമ്മുടെ ശത്രുക്കളായിട്ട് മാറും. ആ ശത്രുക്കളെ നമുക്ക് എതിർക്കൊള്ളണമെങ്കിൽ ശരിക്ക് സിഒയെ ഈ അജണ്ട അടുത്ത് വരുന്ന ദിവസങ്ങളിൽ നിങ്ങളുടെ ചർച്ചയിൽ എടുക്കണം. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സ്ഥാപനം വളർച്ചയായിട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ കേബിൾ മേഖലയിലുള്ള ഗ്രാമങ്ങളിലും നഗരങ്ങളിലുമുള്ള നമ്മുടെ സുഹൃത്തുക്കളായ കേബിൾ ടി വി ഓപ്പറേറ്റർ TCOയുടെ സിഒയുടെ മെമ്പറെ നമ്മൾ കാത്തു സൃഷ്ടിക്കെങ്കിൽ നമ്മൾ ഒരു അജണ്ട എതിർത്ത് വരുന്ന കാലങ്ങളിൽ കൊണ്ടുവരണം പറഞ്ഞിട്ട് ഈ കൺവെൻഷൻ സക്സസ്ഫുള്ളായിട്ട് നടക്കാനും ഇനി വരുന്ന കാലങ്ങളിൽ സിഒയെ ഇനിയും ശക്തമായിട്ടുള്ള പല സംഭവങ്ങളിൽ നിങ്ങൾ കയറി വരാനും ഇനി വരുന്ന കാലങ്ങളിൽ പല പുതിയ ബിസിനസ് മേഖലയിൽ നിങ്ങൾ കിടക്കാൻ പോവാണ്. എല്ലാ മേഖലയിലും സക്സസ് ആയിട്ട് വരാനുള്ള ആകർഷത്തോട് നന്ദി പറഞ്ഞുകൊണ്ട് വിടപെടുന്നു. നന്ദി, വണക്കം. താങ്ക് യു സർ. നമ്മുടെ ഭാഗത്തു നിന്നും ഒരു ഉപഹാരം